കടിച്ചാ പൊട്ടാത്ത ഡയലോഗൊക്കെ എഴുതി എന്നെ കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ ദൈവം പ്രേക്ഷകർ. അത് നമ്മളെ ഇപ്പോൾ മമ്മൂക്കയോ അല്ലെങ്കിൽ സുരേഷ് ഗോപിയോ മോഹൻലാലോ എന്ന് പറഞ്ഞ അങ്ങനെ ആ ഹോട്ട് ഡയലോഗുകൾ ഇദ്ദേഹത്തെ കൊണ്ട് പറയിച്ച് പരീക്ഷണം നടത്തിയതല്ല, പർപ്പസ്ലി പറയിച്ചതല്ല. ആ ഒരു സിറ്റുവേഷനിൽ അയാൾ വളരെ സഹിച്ചും അപമാനമൊക്കെ സഹിച്ചു നിന്ന് അവസാനം ഫൈനൽ ഒരു മൂമെൻറ്റിൽ അയാൾ പൊട്ടിത്തെറിച്ച് പോയി അങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. അതിനുശേഷം അയാൾ അങ്ങനെ പറഞ്ഞിട്ടില്ല, അതിന് മുമ്പും അങ്ങനെ പറയുന്ന ഒരാളല്ല. മറ്റേത് നമ്മൾ അതിന് വേണ്ടി അങ്ങോട്ട് ഒരു എഴുതി ഉണ്ടാക്കി അങ്ങോട്ട് പറയിപ്പിച്ച് ഒരു 10-12 ഷീറ്റ് ഡയലോഗുകൾ അങ്ങനെ പറയിച്ചിട്ടില്ല. അതെനിക്ക് ഇന്നത്തെ കാലത്ത് കേൾക്കുമെന്ന് തോന്നുന്നില്ല. ഇതൊരു പർട്ടിക്കുലർ സിറ്റുവേഷൻ അങ്ങനെ വന്നപ്പോൾ അങ്ങനെ പറയേണ്ടി വന്നു. കാരണം അയാളുടെ പിതൃത്വത്തെ വരെ ചോദ്യം ചെയ്യുന്ന ഒരു പരസ്യമായിട്ട് ഒരു പോലീസ് ഓഫീസറോട് അങ്ങനെ ഒരാൾ ഒരു കൾപ്പിട്ട് പറയുമ്പോൾ ഇത് പറയേണ്ടി വരുന്നതാണ്. നമ്മൾ തോക്കെടുക്കുക എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ, തോക്കെടുത്ത് പോകുന്നതാണ്. ആരും തോക്കെടുത്തുകൊണ്ട് വരുന്നതല്ല, തോക്കെടുപ്പിക്കുന്നതാണ്. മുമ്പിൽ നിൽക്കുന്ന ആൾ തോക്കെടുപ്പിക്കും അല്ലെങ്കിൽ നമ്മളെ കൈ ഉയർത്താൻ, അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ആ കഥാപാത്രം ചെയ്തത്.